ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് 11th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാന്റ് ടിഷ്യൂസ്, ടിഷ്യൂ സിസ്റ്റം, അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡിനസ് ആൻഡ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ്, സെക്കൻഡറി ഗ്രോത്ത്. എന്താ അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിനാണ് അനാട്ടമി എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ദ സ്ട്രക്ചറൽ സിമിലാരിറ്റീസും ഡിഫറൻസസും എക്സ്റ്റേണൽ മോർഫോളജിയിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ലിവിങ് ഓർഗാനിസത്തിലെ, അല്ലേ, അതായത് ലാർജ് ലിവിങ് ഓർഗാനിസത്തിലെ ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ സിമിലാരിറ്റിയും അതുപോലെ ഡിഫറൻസസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വി സ്റ്റഡി ദ ഇന്റേണൽ സ്ട്രക്ചർ, നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിലും സെവറൽ സിമിലാരിറ്റീസും അതേപോലെ തന്നെ ഡിഫറൻസസും നമുക്ക് ഓർഗാനിസത്തിന്റെ ഇടയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അനാട്ടമി ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ഇറ്റ്സ് ഫങ്ഷൻ, അത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സിനെയാണ് നമ്മൾ അനാട്ടമി എന്ന് പറയുന്നത്, പ്ലാന്റ് അനാട്ടമി എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് സെൽസ് ഉണ്ട്, സെൽസ് ആണ് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സെൽസ് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ടിഷ്യൂസ് ഉണ്ട്, ആൻഡ് ഈ ടിഷ്യൂസ് കൂടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഓർഗനും കാണാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പ്ലാന്റ് ഓർഗൻസിനെ പറ്റിയിട്ടാണ്, അല്ലെ. റൂട്ട്, സ്റ്റെം, ലീഫ് ഇതൊക്കെ പ്ലാന്റ് ഓർഗൻസ് ആണ്. ഓക്കെ, അപ്പൊ ടിഷ്യൂസ് കൂടിയിട്ടുള്ള ഓർഗൻസ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ മേജർലി ആ ഓർഗൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. ഡിഫറെന്റ് ഓർഗൻസ് ഇൻ പ്ലാന്റ് ഷോ ഡിഫറൻസസ് ഇൻ ദയർ ഇന്റേണൽ സ്ട്രക്ചർ. നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന പല ഓർഗൻസും ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കാണുക. ആൻജിയോസ്പേമിൽ തന്നെ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സും ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സും അനാട്ടമിക്കലി അവര് ഡിഫറെന്റ് ആണ്. ഇന്റേണൽ സ്ട്രക്ചർ, മോർഫോളജിക്കൽ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഓരോ അതിന്റെ മോർഫോളജി അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് ഓരോ ഫംഗ്ഷൻ ചെയ്യാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്റേണൽ സ്ട്രക്ചർ ഓൾസോ ഷോ അഡാപ്റ്റേഷൻസ് ടു ഡൈവേഴ്സ് എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. You can very easily see the structural similarities and variations in the external morphology of the larger living organisms, both plants and animals. Similarly, if we were to study the internal structure, one also finds several similarities as well as the differences. This chapter introduces you to internal structure and functional organization of higher plants. Study of internal structure of plants is called as anatomy. Plants have cells as its basic unit. Cells are organized into tissues, and in turn the tissues are organized into organs. Different organs in a plant show differences in their internal structure. Within angiosperms, the monocot and dicots are also seen to be anatomically different. Internal structure also show adaptations to diverse environment. ഇനി നമുക്ക് പ്ലാന്റ്സിൽ കാണുന്ന ഡിഫറെന്റ് ടിഷ്യൂസ് നോക്കാം കേട്ടോ. ദ ടിഷ്യൂ എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, അതായത് കോമൺ ഒറിജിനും യൂഷ്വലി പെർഫോമിങ് എ കോമൺ ഫംഗ്ഷനും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയാ, ടിഷ്യൂ എന്ന് പറയുന്നത്. പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് കൊണ്ടാണ് കേട്ടോ. ഈ ടിഷ്യൂസ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഡിവിഷൻ കേപ്പബിലിറ്റി അനുസരിച്ചാണ്. ചില സെൽസിന് ഡിവിഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, ചിലത് മെച്ചുവർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മേജർലി. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഒന്ന് പെർമനന്റ് ടിഷ്യൂ ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അത് അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി മെച്ചുവറായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നതാണ്. അവർക്ക് പിന്നീട് സെൽ ഡിവിഷൻ കപ്പാസിറ്റി വരണമെങ്കിൽ വീണ്ടും ഡിഫറൻഷിയേഷൻ നടക്കണം. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിവിഷൻ കപ്പാസിറ്റി പോയി. എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ, അത് എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റും അതിനകത്ത് നടന്ന്, അതായത് ഡിഫറൻഷിയേഷൻ നടന്ന് ആണ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ പെർമനന്റ് ടിഷ്യൂ വന്നിട്ട് വീണ്ടും ഡിഫറൻഷിയേഷൻ നടന്ന് അത് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഫറൻഷിയേഷൻ ചെയ്താലാ വീണ്ടും പെർമനന്റ് ടിഷ്യൂവിന് ഡിവിഷൻ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ടിഷ്യൂവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് കേപ്പബിലിറ്റി ഓഫ് ഡിവിഷൻ. വൺ ഈസ് മെരിസ്റ്റമാറ്റിക് ആൻഡ് അനദർ വൺ ഈസ് പെർമനന്റ് ടിഷ്യൂ. ഇനി ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ?
മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റീജിയനിൽ റെസ്ട്രിക്റ്റഡാ. നമുക്ക് അങ്ങനെയാണോ? നമ്മുടെ തലയുടെ മേൽഭാഗം മാത്രമാണോ വളർന്നു പോകുന്നത്, അതുപോലെ കാലിന്റെ തുമ്പാണ് വളർന്നു പോകുന്നത്, അങ്ങനെയൊന്നുമില്ല അല്ലെ. നമുക്ക് യൂണിഫോം ഗ്രോത്ത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ആനിമൽസ് ഷോ യൂണിഫോം ഗ്രോത്ത് ആൻഡ് പ്ലാന്റ്സ് ഷോ ലോക്കലൈസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ്, ഒരു റെസ്ട്രിക്റ്റഡ് സ്പെഷ്യലൈസ്ഡ് റീജിയനിലാണ്. ആ റീജിയനിൽ കുറേ സെൽസ്, ആക്റ്റീവ് സെൽ ഡിവിഷൻ നടത്തുന്ന സെൽസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഭാഗം വളർച്ച ഉണ്ടാവാനുള്ള കാരണം. അതിന് നമ്മൾ മെരിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ മെരിസ്റ്റം എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് വേർഡായ മെരിസ്റ്റോസ് എന്ന വേർഡിൽ നിന്നാണ്. മെരിസ്റ്റോസിന്റെ അർത്ഥം ഡിവൈഡഡ് എന്നാണ്. ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള സെൽസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റിന്റെ റീജിയനിലാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ആ റീജിയനെ നമ്മൾ മെരിസ്റ്റമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ മെരിസ്റ്റം എന്ന് പറയും കേട്ടോ. ഇനി പലതരത്തിലുള്ള മെരിസ്റ്റം ഉണ്ട് പ്ലാന്റ്സിൽ. അത് പ്ലാന്റ്സിന്റെ ടിപ്പില് കാണുന്ന മെരിസ്റ്റത്തിന് എപ്പിക്കൽ മെരിസ്റ്റം എന്നാ പറയാം. ഈ എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിന്റെ ടിപ്പിലും കാണും, അതുപോലെ തന്നെ ഷൂട്ടിന്റെ ടിപ്പിലും കാണും. ഓക്കെ, അത് രണ്ടും പ്രൈമറി മെരിസ്റ്റാണ്. ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന പ്രൈമറി മെരിസ്റ്റ. അതെന്തുകൊണ്ടാണ് ഈ പ്രൈമറി മെരിസ്റ്റം എന്ന് പറയാൻ കാരണം എന്നറിയോ? ഈ എപ്പിക്കൽ മെരിസ്റ്റം അത് ആ ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജ്, അതായത് പ്ലാന്റ് ഉണ്ടായിട്ട് അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ എപ്പിക്കൽ മെരിസ്റ്റം ഫോം ചെയ്യും. അതല്ലാതെ പിന്നീട് ഫോം ചെയ്യുന്നതല്ല എപ്പിക്കൽ മെരിസ്റ്റം. ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ടാവും. കണ്ടോ, എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിലും ഷൂട്ടിലും പറഞ്ഞേക്കുന്നതാണ് ഇതായി കാണുന്നത്. ഇത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റാണ്. ഈ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ടിന്യൂസ് ഡിവിഷൻ കൊണ്ട് ഉണ്ടാകുന്ന സെൽസ് നേരെ ഈ ഭാഗത്തേക്ക്, അതായത് എലോങ്ങേഷൻ റീജിയനിലേക്ക് പോകും. അതാണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ. നമ്മൾ മോർഫോളജി പഠിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ സോൺ കാണും. ആ മെച്ചുറേഷൻ സോൺ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ടിഷ്യൂസ് പല ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ കാണാം. അതായത് ഏറ്റവും പുറത്തുള്ള എപ്പിഡെർമിസ് ലെയർ, പിന്നെ ഒരു കോർട്ടെക്സ് ലെയർ. ഇതാണ് എപ്പിഡെർമിസ് ലെയർ, ഇതൊരു കോർട്ടെക്സ് ലെയർ. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ സ്റ്റീൽ ലെയർ. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ. നമ്മൾ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ് ആ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു റീജിയനിൽ, അതായത് റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നമ്മൾ റൂട്ട് ഹെയർ പഠിച്ചിരുന്നു അല്ലെ. അതേപോലെ ബാക്കി എല്ലാ ടിഷ്യൂസും ഫോം ചെയ്യും ഈ പറയുന്ന റൂട്ട് ഓഫ് മെച്ചുറേഷൻ സോണിൽ കേട്ടോ. അപ്പൊ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിന്റെ ടിപ്പിലായിരിക്കും കാണുന്നത്. വൈൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം അത് ഷൂട്ടിന്റെ ടിപ്പിലായിരിക്കും കാണുക. കണ്ടോ, ഇതുണ്ടോ, ഇതാണ് ഷൂട്ട് എന്ന് പറയുന്നത്. ഈ ഷൂട്ടിന്റെ എപ്പിക്കൽ റീജിയനിലാണ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കാണാം. ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും? ലീഫ് ഉണ്ടാവും, അതുപോലെ തന്നെ ഷൂട്ട് എലോങ്ങേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഈ ലീഫ് ഉണ്ടാവുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ കുറച്ച് ഈ മെരിസ്റ്റമാറ്റിക് റീജിയൻ ഇവിടെ എങ്ങാനും പെട്ടുപോയാൽ ആ ലീഫിന്റെ ആക്സിസിൽ നിന്ന്, കേട്ടോ, ഇത് ലീഫ് പ്രൈമോഡിയാണ്, ലീഫ് ഉണ്ടാവാൻ പോകുന്ന സ്ട്രക്ചറാണ്. ഇതിങ്ങനെ വളർന്നു പോകും തോറും ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതിന്റെ ടിപ്പിലേക്കാണ് പോകുന്നത്. ഇനി ഇത് വളർന്നു പോകുമ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ടിപ്പിലേക്ക് പോകുന്ന പോലെ കുറെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇവിടെ തന്നെ ലെഫ്റ്റ് ചെയ്യാന്നിരിക്കട്ടെ. സം ഓഫ് ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇഫ് ഇറ്റ് ഈസ് റിമെയിൻ ഇൻ ദ ആക്സിൽ ഓഫ് ദ ലീഫ്, ആ ആക്സിൽ ഓഫ് ദ ലീഫിൽ നിന്ന് ബഡ് പ്രൊഡ്യൂസ് ചെയ്യാം. അത് ലാറ്ററൽ ബ്രാഞ്ചസിനുള്ള ബഡ് ആവാം, അല്ലെങ്കിൽ ഫ്ലവറിന്റെ ബഡ് ആവാം. ഓക്കെ, അതിന് നമ്മൾ ആക്സിലറി ബഡ് എന്നാണ് പറയാ കേട്ടോ. നോക്കിയേ, ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ ലീവ്സ് ആൻഡ് എലോങ്ങേഷൻ ഓഫ് ദ സ്റ്റെം സം സെൽസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഫ്രം ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. കുറച്ച് സെൽസ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഇവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് ചെയ്യാം. അതാണ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ആക്സിലറി ബഡ്. ഓക്കെ, ആ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് റിമെയിൻ ചെയ്യുന്ന കുറെ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ആക്സിലറി ബഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. കണ്ട, പുതിയ ഗ്രോത്ത് അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാ? അവിടെ കുറച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലെഫ്റ്റ് ബിഹൈൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് അവിടെ വിട്ടുപോയിട്ടുണ്ട് ലീഫിന്റെ ആക്സിസിൽ. അപ്പൊ ആ ബഡ്സ് ഇൻ ദ ആക്സിൽസ് ഓഫ് ദ ലീവ്സ് ആൻഡ് കേപ്പബിൾ ഓഫ് ഫോമിങ് എ ബ്രാഞ്ച് ഓർ എ ഫ്ലവർ. ആ ബഡിന് ബ്രാഞ്ചോ അല്ലെങ്കിൽ ഫ്ലവറോ ആയിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ മെച്യൂർ ടിഷ്യൂസിന്റെ ഇടയ്ക്കും കാണാം. അതായത് ഇങ്ങനെ ലീഫ് ഇതിങ്ങനെ ഷൂട്ട് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് പോവാണ്. ഷൂട്ട് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു ലീഫ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ ലീഫിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മെരിസ്റ്റം ലെഫ്റ്റ് ബിഹൈൻഡ് ചെയ്യുന്നുണ്ടാവും. അത് ആക്സിലറി മെരിസ്റ്റം ആയിട്ട്, അതായത് ലീഫിന്റെ ആക്സിസിൽ കാണുന്ന മെരിസ്റ്റം ആയിട്ട് റിമൈൻ ചെയ്യും. അത് പുതിയ ബഡ് ഉണ്ടാവാനും ആക്സിലറി
ആക്സിലറി ബഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത റീജിയനിൽ ലീഫൊക്കെ ഉണ്ടാകുന്നതിന്റെ ഇടയ്ക്ക് രണ്ട് നോഡിന്റെ ഇടയ്ക്ക് ഇഫ് ദ മെറിസ്റ്റം ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദാറ്റ് ക്യാൻ ആക്ട് ആസ് ദ ഇന്റർകാലറി മെറിസ്റ്റം. ദ മെറിസ്റ്റം വിച്ച് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ മെച്യൂർ ടിഷ്യൂസ് നോൺ ആസ് ഇന്റർകാലറി മെറിസ്റ്റം. അത് സാധാരണ ഗ്രാസസിലും ഒക്കെ കാണാൻ കഴിയും. ദേ ഒക്കർ ഇൻ ഗ്രാസസ് ആൻഡ് റീജനറേറ്റ് പാർട്സ് റിമൂവ്ഡ് ബൈ ദ ഗ്രേസിംഗ് ഹെർബിവർ. നമ്മൾ പഠിച്ചിട്ടില്ലേ റണ്ണർ എന്ന് പറയുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ പഠിച്ചില്ലേ? റണ്ണർ എന്ന് പറയുന്ന ആ എന്താണ് ഇത് ഗ്രാസിന്റെ ഒക്കെ കേസിൽ അവർക്ക് ഇങ്ങനെ ക്രീപ്പിംഗ് ബോഡിയാണ്. അപ്പൊ ഈ ക്രീപ്പിംഗ് ബോഡിയിൽ ഇടയ്ക്കിടയ്ക്ക് നോഡ്സിൽ വന്നിട്ട് ഇവർക്ക് റൂട്ടും ഉണ്ടാവും അതേപോലെ തന്നെ ലീഫും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വരച്ച് കാണിച്ചു തന്നില്ലേ? അതിന്റെ രണ്ട് നോഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ എങ്ങാനും ഒരു പശു എങ്ങാനും പുല്ലൊക്കെ കടിച്ച് അത് മുറിഞ്ഞെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് വീണ്ടും റൂട്ട് വരികയും അത് വീണ്ടും മുളച്ചു വരികയും ചെയ്യണമെങ്കിൽ അവിടെ എന്ത് മെറിസ്റ്റം വേണം? ഇന്റർ കാലറി മെറിസ്റ്റം വേണം. അവിടെ ഗ്രോത്ത് വേണമെങ്കിൽ ഇന്റർ കാലറി മെറിസ്റ്റം വേണം. കാരണം എന്താണ്? ആ ഇന്റർനോഡൽ റീജിയനിലിരിക്കുന്ന മെറിസ്റ്റമാണ് ഇന്റർ കാലറി മെറിസ്റ്റം. ആ ഇന്റർ കാലറി മെറിസ്റ്റം ആണ് ഇന്റർനോഡൽ റീജിയൻ എലോങ്ങേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ഈ ഇന്റർ കാലറി മെറിസ്റ്റത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചില ഫ്രൂട്ട്സിന്റെ ഒക്കെ ഡെവലപ്മെന്റിന്റെ സമയത്ത്, അതായത് ഇപ്പൊ ഗ്രേപ്പ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രേപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൊല പൂവിന്നാണ് അല്ലെ ഗ്രേപ്സ് ഉണ്ടാകുന്നത്. നമുക്ക് ആ ഗ്രേപ്സിന്റെ ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കൊല ഫ്രൂട്ടാണ്. അപ്പൊ ആ ഫ്രൂട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം, അത് വലുതാവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വേണം അവർക്ക്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലവറും കുറച്ച് ഇന്റർ കാലറി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഇന്റർനോഡൽ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഈ ഇന്റർ കാലറി മെറിസ്റ്റം അവിടെ കൂടുതൽ ആക്റ്റീവ് ആണെങ്കിൽ ഇന്റർനോഡൽ ലെങ്ത് കൂടുകയും ഈ രണ്ട് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുകയും ആ ഫ്രൂട്ടിന് ഇഷ്ടംപോലെ സ്ഥലം അതിന് വലുതാവാൻ ഉണ്ടാവുകയും ചെയ്യും. കേട്ടോ, ആ ഇന്റർ കാലറി മെറിസ്റ്റം ആണ് അതിനെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്റർ കാലറി മെറിസ്റ്റം ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ, ഇന്റർ കാലറി മെറിസ്റ്റം വന്നിട്ട് ഒരു ഗ്രാസിന്റെ ഒക്കെ കേസിൽ അത് ഒരു പാർട്ട് അതിന് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്ത് വരാൻ, ഗ്രേസിംഗ് ഹെർബിവോഴ്സ് കടിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട് അതിന് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്ത് പുതിയത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർ കാലറി മെറിസ്റ്റം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി എപ്പിക്കൽ മെറിസ്റ്റവും അതുപോലെ തന്നെ ഇന്റർ കാലറി മെറിസ്റ്റവും രണ്ടും പ്രൈമറി മെറിസ്റ്റ. കാരണം എന്താന്ന് വെച്ചാൽ അത് രണ്ടും ഈ രണ്ട് മെറിസ്റ്റവും ഈ രണ്ട് മെറിസ്റ്റവും അപ്പിയർ ചെയ്യുന്ന ഏർലി ലൈഫ് ഓഫ് ദ പ്ലാന്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പ്രൈമറി പ്ലാൻ ബോഡിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അതിന്റെ പ്രൈമറി പ്ലാൻ ബോഡി നീളം വെച്ച് അതിനകത്ത് വീണ്ടും ലീവ്സ് ഉണ്ടാവാനും ബ്രാഞ്ചസ് ഉണ്ടാവാനും അതേപോലെ തന്നെ അതിന്റെ സ്റ്റെമ്മൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ആ ഉണ്ടായ സ്റ്റെമ്മിന്റെ ഉള്ളിൽ വീണ്ടും അതിന് വിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രൈമറി മെറിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടിഷ്യൂസും പ്രൈമറി മെറിസ്റ്റം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് സെക്കൻഡറി മെറിസ്റ്റത്തിലേക്ക് കടക്കാം. The tissue. A tissue is a group of cells having a common origin and usually performing a common function. A plant is made up of different kinds of tissues. Tissues are classified into two main groups, namely meristematic and permanent tissue, based on whether the cells being formed are capable of dividing or not. Meristematic tissue. Growth in plants is largely restricted to specialized region of the active cell division called meristem. Greek word meristos, from where meristem originated. Meristos means divided. Plants have different kinds of meristems. The meristems which occur at the tip of the root and shoots and produce primary tissues called apical meristem. Root apical meristem occupy the tip of the root, while the shoot apical meristem occupy the distant most region of the stem axis. അതായത് ഷൂട്ട് ടിപ്പ് ഡിസ്റ്റന്റ് മോസ്റ്റ് റീജിയൻ ഓഫ് ദ സ്റ്റെം ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്റ്റെം ആക്സിസിന്റെ ഏറ്റവും തുമ്പത്ത്, അതാണ് ഷൂട്ട് ടിപ്പ് എന്ന് പറയുന്നത്. അത് ലാറ്ററൽ ബ്രാഞ്ചിന്റെ ആണെങ്കിലും ടിപ്പിലായിരിക്കും മെറിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷൂട്ട് അപ്പിക്കൽ മെറിസ്റ്റത്തിൽ. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ ലീവ്സ് ആൻഡ് എലോങ്ങേഷൻ ഓഫ് സ്റ്റെം, some cells left behind from the shoot apical meristem constitute the axillary bud. Such buds are present in the axils of leaves and are capable of forming a branch or a flower. The meristem which occurs between mature tissue is known as intercalary meristem. They occur in grasses and regenerate parts removed by the grazing herbivores. Both apical meristem and intercalary meristems are primary meristems.
because they appear early in life of a plant and contribute to the formation of the primary plant body. ഇനി നമുക്ക് സെക്കൻഡറി മെരിസ്റ്റം നോക്കാം. The meristem which is present in the mature region of the root and shoot. Mature regionന്റെ ഇടയിൽ കാണുന്ന ഇന്റർകാലറി മെരിസ്റ്റം അത് ആദ്യം തന്നെ കാണുന്ന മെരിസ്റ്റം ആണ് കേട്ടോ. ഇത് അങ്ങനെയല്ല പറയുന്നത്. മെരിസ്റ്റം വിച്ച് ഇസ് പ്രസന്റ് ഒക്കർ ഇൻ ദ മെച്വർ റീജിയൻ ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട് ഓഫ് മെനി പ്ലാന്റ്സ്. അതായത് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിലും ഒക്കെയാണ് നമ്മൾ ഇത് കാണുക. അതായത് പ്ലാന്റ് വണ്ണം വയ്ക്കുന്ന പ്ലാന്റ്, പർട്ടിക്കുലർലി ദാറ്റ് ദോസ് പ്രൊഡ്യൂസ് വുഡി ആക്സിസ്, അതായത് വലിയ മരം പോലെ വുഡ് ഉണ്ടാക്കുന്ന അവിടെ തരത്തിലുള്ള മരത്തിലാണ് ഈ തരത്തിലുള്ള മെരിസ്റ്റം കാണാൻ കഴിയുക. ഇത് ലാറ്ററലി ആണ് കാണുക, അതായത് ആ പ്ലാന്റിന്റെ സൈഡ് വശങ്ങളിൽ കൂടിയാണ് കാണുക. ഇതിന് ദേ അപ്പിയർ ലേറ്റർ and it is present laterally. Okay, laterally ആണ് it present later. Later എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുമ്പോൾ തന്നെ ഏർലി സ്റ്റേജിലല്ല, പിന്നീടാണ് അത് കാണുന്നത്. ഞാൻ ഇത് ലാറ്ററലി എന്ന് വായിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെരിസ്റ്റം മെച്വർ റീജിയനിൽ, റൂട്ടിന്റെ ഷൂട്ടിന്റെ മെച്വർ റീജിയനിൽ കാണാറുണ്ട്. ഓക്കെ, ഈ സാധാരണ ഇത് കാണുന്നത് വുഡി ആക്സിസിലാണ്. അത് പ്രൈമറി മെരിസ്റ്റം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്, ലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ തരത്തിലുള്ള മെരിസ്റ്റം. ഇതിനെ സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്നാ പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിന്റെ ലാറ്ററൽ ഭാഗത്തുകൂടിയാണ് ഇത് ഉണ്ടാകുന്നത്, അതായത് സൈഡ് വശങ്ങളിൽ കൂടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ റൂട്ടിന് വണ്ണം വെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൂട്ടിന്റെ ഷേപ്പ് എങ്ങനെയാണ്? അതൊരു സിലിണ്ടർ പോലെ ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുറത്ത് എപ്പിഡെർമൽ ലെയർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോർട്ടെക്സ് ആണ്. അപ്പൊ ഈ കോർട്ടെക്സിന്റെ ഉള്ളിൽ ലാറ്ററൽ മെരിസ്റ്റം ഇരിക്കുന്നുണ്ട്. കോർട്ടെക്സ് ഇങ്ങനെ വലുതായി വരും. കോർട്ടെക്സിന് വണ്ണം കൂടി വരാൻ വേണ്ടിയിട്ട് കോർട്ടെക്സിൽ ലാറ്ററൽ മെരിസ്റ്റം ഇരിക്കുന്നുണ്ട്. അതായത് ഒരു റിങ് പോലെയാണ് കോർട്ടെക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ കോർട്ടെക്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റം കോർട്ടെക്സിന്റെ വിഡ്ത് കൂട്ടും. അതായത് നോക്കിയേ, ഇത് ഇതിന്റെ എപ്പിഡെർമൽ ടിഷ്യൂ ആണെന്നിരിക്കട്ടെ, ഇതിന്റെ അകത്ത് കോർട്ടെക്സ് റീജിയൻ ദാ ഇത്രയും ഭാഗം ഉണ്ടെന്നിരിക്കട്ടെ, ദാ ഈ ഭാഗമാണ് കോർട്ടെക്സ് റീജിയൻ. ഈ കോർട്ടെക്സ് റീജിയന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് മെരിസ്റ്റം ഉണ്ടാവും. അതേപോലെ തന്നെ വി ക്യാൻ സി ഇൻസൈഡ് ദിസ് വൺ, ഇത് സ്റ്റീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്റ്റീലിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? വാസ്കുലാർ ടിഷ്യൂസും കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറെ മെഡുലറി റേസ് പോലത്തെ കുറെ ടിഷ്യൂസ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം ടിഷ്യൂ സിസ്റ്റം പഠിക്കുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ കാണുന്ന ഈ ടിഷ്യൂസിൽ ഇത് നമ്മുടെ വാസ്കുലാർ ബണ്ടിലാണ്. ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ മെരിസ്റ്റം കാണാൻ പറ്റും. ദാ കണ്ട, ഇവിടെ ഒരു മെരിസ്റ്റം ഉണ്ടാവും, ഇവിടെ ഒരു മെരിസ്റ്റം ഉണ്ടാവും, ദാ ഇവിടെ ഒരു മെരിസ്റ്റം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ രണ്ട് വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ കൂടെ നമുക്ക് മെരിസ്റ്റത്തിനെ കാണാൻ പറ്റും. അതായത് മെരിസ്റ്റം വിച്ച് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ ടു വാസ്കുലാർ ബണ്ടിൽ. ദാ ഇങ്ങനെ മെരിസ്റ്റം കാണും, ദാ ഇങ്ങനെ മെരിസ്റ്റം കാണും, ഇങ്ങനെ മെരിസ്റ്റം കാണും. കണ്ട, അപ്പൊ ഈ റീജിയനിൽ നമുക്ക് മെരിസ്റ്റം ഉണ്ടാവും. ഈ മെരിസ്റ്റത്തിന് നമ്മൾ കോർട്ടിക്കൽ മെരിസ്റ്റം എന്നാ പറയാം. ഈ റീജിയനിൽ ഇരിക്കുന്ന മെരിസ്റ്റം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? കോർട്ടെക്സ് വലുതായി അതിന്റെ വിട്ട് കൂടും, അതായത് മരത്തിന് വണ്ണം വയ്ക്കും. ഈ സ്റ്റീൽ റീജിയനിൽ ഇരിക്കുന്ന ഇതിന്റെ മെരിസ്റ്റത്തിന്റെ ഗുണം എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഈ സൈലം ഫ്ലോയം ബണ്ടിൽ ഉണ്ടല്ലോ, അതാണല്ലോ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ മരത്തിന് വണ്ണം വയ്ക്കും തോറും, മരം വളരും തോറും ഇതിന്റെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും നമ്പർ കൂടണം. കാരണം എന്താണ്? വാട്ടറിന്റെ മിനറൽസിന്റെ സപ്ലൈയും ഫോട്ടോസിന്തറ്റിക് പ്രോഡക്ട്സിന്റെ സപ്ലൈ ഒക്കെ കൂടണം. അതിനു വേണ്ടിയിട്ട് ഈ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയ്ക്കിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് റീജിയനും വണ്ണം വയ്ക്കും. ഓക്കെ, ആ മെരിസ്റ്റമാറ്റിക് റീജിയൻ ഡിവൈഡ് ചെയ്യും. ഇതിന്റെ ഇടയിലിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് റീജിയൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സെക്കൻഡറി ടിഷ്യൂസ് ഉണ്ടാക്കും, അതായത് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാക്കും കേട്ടോ. ആ തരത്തിലുള്ള ഈ ഒരു മെരിസ്റ്റമാറ്റിക് റീജിയന് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയും. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയും കേട്ടോ. ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം കണ്ടത്, ഇതാണ് ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ രണ്ടിന്റെയും ഇടയിലിരിക്കുന്ന ക്യാമ്പിയത്തിനാണ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനാണ് നമ്മൾ ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇനി ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് ഇതാണ് കണ്ട. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് രണ്ട് വാസ്കുലാർ ബണ്ടിൽസിന്, അതായത് രണ്ട് സൈലം ഫ്ലോയം ബണ്ടിൽസിന്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. കണ്ടത്, ഇതാണ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം കേട്ടോ.
അതേപോലെ കോർ ക്യാമ്പിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആദ്യം ആക്റ്റീവ് ആവുന്നത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം, സ്റ്റീലിന്റെ ഉള്ളില് അതുപോലെ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ കൂടെ കാണുന്ന ആണ് ആദ്യം ആക്റ്റീവ് ആവുന്നത്. ഇതൊരു ലാറ്ററൽ മെരിസ്റ്റ് ആണ്. കാരണം പ്ലാന്റിന്റെ ലാറ്ററൽ ഭാഗത്തൂടെ കാണുന്നതാണ്. ഇത് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ റീജിയൻ ഇങ്ങനെ വലുതായി വലുതായി വരും. അതനുസരിച്ച് കോർട്ടെക്സ് വലുതായില്ലെങ്കിൽ എന്ത് പറ്റും? കോർട്ടെക്സ് പൊട്ടിപ്പോവും. അപ്പൊ കോർട്ടെക്സിലിരിക്കുന്ന കോർക്ക് ക്യാമ്പിയം അതും ഡിവിഷൻ നടന്നിട്ട് അതും വലുതാവും. അതാണ് കോർക്ക് ക്യാമ്പിയത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഈ കോർക്ക് ക്യാമ്പിയവും അതുപോലെ തന്നെ സ്റ്റീൽ റീജിയനിലിരിക്കുന്ന വാസ്കുലാർ ക്യാമ്പിയം, ഇതിന് രണ്ടിനെയും കൂടി നമുക്ക് വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയാം. അതായത് ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം രണ്ടും കൂടി കൂടിയിട്ട് നമ്മൾ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയാം. അപ്പോൾ വാസ്കുലാർ ക്യാമ്പിയം കോർ ക്യാമ്പിയവും കൂടിയിട്ട് എന്ത് ചെയ്യും? ഈ പ്ലാന്റിന്റെ വിട്ട് കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. സീ ഹിയർ, അതായത് മെരിസ്റ്റം മെച്യൂർ റീജിയനിൽ, അതായത് ഷൂട്ടിന്റെ ഒക്കെ മെച്യൂർ റീജിയനിൽ കാണുന്ന മെരിസ്റ്റത്തിനാണ് സാധാരണ എന്ത് പറയാ സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്നൊക്കെ പറയാം. ഇത് പ്രൈമറി മെരിസ്റ്റം ഫോം ചെയ്തതിന് ശേഷം ആണ് ഫോം ചെയ്യുന്നത്. സിലിണ്ട്രിക്കൽ മെരിസ്റ്റംസ് ആണ് അവര്. ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും കോർ ക്യാമ്പിയവും ഈ ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം എന്തിന് റെസ്പോൺസിബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡറി കോർട്ടെക്സ് വിൽ ബി ഫോംഡ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ. കോർട്ടെക്സ് റീജിയനിൽ എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി കോർട്ടെക്സ്. ഈ ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം കൊണ്ട് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയുമാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം കൊണ്ട് സ്റ്റെമ്മിന്റെ കേസിലൊക്കെയാണ് ഈ സെക്കൻഡറി മെഡുലറി റേസ് എന്ന് പറയുന്ന ടിഷ്യൂ, അതായത് ഇവിടെയുള്ള ടിഷ്യൂ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ സെൽസിന്റെ ഒക്കെ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം, ഈ പ്രൈമറി ആസ് വെൽ ആസ് ദ സെക്കൻഡറി മെരിസ്റ്റത്തിന്റെ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം ന്യൂലി ഫോംഡ് സെൽസ് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും സ്പെഷ്യൽ ആവും. അതിന്റെ ഡിവിഷൻ കപ്പാസിറ്റി ലൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതായത് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന സെൽസ് എലോങ്ങേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന് വേണ്ടതായ എല്ലാ സെൽ ഓർഗനൽസിനെയും ആ സൈറ്റോപ്ലാസത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ റെഡിയാവും. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂലി ഫോം ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്ന്, അത് പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നായിക്കോട്ടെ സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നായിക്കോട്ടെ ഫോം ചെയ്യുന്ന പുതിയ സെൽസ് അത് ഫങ്ഷണൽ കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് സ്പെഷ്യൽ സെൽസായി ഒരു പെർമനന്റ് ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പെർമനന്റ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെ മെച്യൂർ സെൽസ് എന്നും പറയാം. ഓക്കെ, ഇതാണ് പെർമനന്റ് ടിഷ്യൂവിൽ കാണുന്നത്. ദീസ് സെൽസ് ആർ പ്രസന്റ് ഇൻ ദ പെർമനന്റ് ടിഷ്യൂ. ഓക്കെ, ഈ പ്രൈമറി പ്ലാൻ ബോഡി ഫോം ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് റീജിയൻസ് ഓഫ് ദ എപ്പിക്കൽ മെരിസ്റ്റം ഡെർമൽ ടിഷ്യൂ ഉണ്ടാക്കും, ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ടാക്കും, അതേപോലെ തന്നെ വാസ്കുലാർ ടിഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് നോക്കാം. ഡെർമൽ ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പിഡെർമിസ. അതേപോലെ തന്നെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്ന കോർട്ടെക്സ് റീജിയനും സ്റ്റീലിന്റെ ഉള്ളിലുള്ള കോർട്ടെക്സ് റീജിയനും ഇവിടെ കാണിക്കായിരിക്കും കുറച്ചും കൂടെ ഇത് ചെറുതായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നാലും സിയോ ഈ ഓക്കെ, ഞാനത് ഡ്രോ ചെയ്യാം, അതാ കുറച്ചും കൂടെ നല്ല. സിഹിയോ ഇതുണ്ടോ? ഇതൊരു സ്റ്റെം ആണെന്നിരിക്കട്ടെ. ഞാൻ സ്റ്റെമ്മിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സ്റ്റെമ്മിന്റെ ഏറ്റവും പുറത്തെ ലെയറായിട്ട് എപ്പിഡെർമിസ് ഫോം ചെയ്യും. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കോർട്ടെക്സ് ഫോം ചെയ്യും. ഈ കോർട്ടെക്സിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്റ്റീൽ കാണാൻ പറ്റും. ഈ സ്റ്റീൽ റീജിയനിൽ നമുക്ക് ഒരു എന്താ പറയാ പിത്തും ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ വാസ്കുലാർ ടിഷ്യൂസും കാണാൻ പറ്റും. അതായത് ദ എപ്പിഡെർമിസ്, കോർട്ടെക്സ് റീജിയൻ, അതേപോലെ സ്റ്റീൽ റീജിയന് വാസ്കുലാർ ബണ്ടിൽസ് കാണാൻ പറ്റും. ഈ വാസ്കുലാർ ബണ്ടിൽ ഒഴികെ ഈ പറയുന്ന 3 സാധനങ്ങൾ ഞാൻ വരച്ചു വെച്ചേക്കുന്നുണ്ട്. ഇതാണ് വാസ്കുലാർ ബണ്ടിൽസ് കേട്ടോ. ഈ വാസ്കുലാർ ബണ്ടിൽ ഒഴികെ എപ്പിഡെർമിസ് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തിനെയും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ ഈ ഏത് സെൽസ് ആണെങ്കിലും അത് ഡിവൈഡ് ചെയ്ത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാവുന്ന സമയത്ത് തന്നെ സ്പെസിഫിക് റീജിയൻസ് ഫോം ചെയ്യും എപ്പിക്കൽ മെരിസ്റ്റത്തിൽ. അതിൽ ഡെർമൽ ടിഷ്യൂ ഉണ്ടാവും, അതായത് എപ്പിഡെർമൽ കവറിംഗ് ഉണ്ടാവും, ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ടാവും. ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് അതിന്റെ കോർട്ടെക്സും അതിന്റെ പെരിസൈക്കിൾ റീജിയനും അതിന്റെ പിത്ത് റീജിയനും അതേപോലെ തന്നെ അതിന്റെ വാസ്കുലാർ ടിഷ്യൂന്റെ ഇടയിലുള്ള ഭാഗങ്ങളും എല്ലാം കൂടി കൂടിയിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത്. വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് സൈലും ഫ്ലോയും മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും
ഉണ്ടാവും. ഇതിന്റെ പ്രൈമറി എപ്പിക്കൽ മെറിസ്റ്റം ഫോം ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തു വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. The meristem that occurs in the mature region of the roots and shoots of many plants, particularly those that produce woody axis and appear later than primary meristem, is called secondary or lateral meristem. ഇതൊരു വലിയ സെന്റൻസ് ആയിട്ട് എഴുതുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് സെക്കൻഡറി മെറിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്യൂർ റീജിയനിൽ റൂട്ടിന്റെയും ഷൂട്ടിന്റെയും മെച്യൂർ റീജിയനിൽ കാണുന്നതാണ് എന്ന് പറയാം. ഇത് കാണുന്നത് വുഡി ആക്സിസ് ഉള്ള പ്ലാന്റ്സിലാന്ന് പറയാം. അതുപോലെ തന്നെ ഇത് പ്രൈമറി മെറിസ്റ്റം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇത് സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെറിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് എന്നും പറയാം. കണ്ടോ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കുറയ്ക്കും. ഓക്കെ, ഇത് സിലിണ്ട്രിക്കൽ മെറിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫെസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയവും ഇന്റർ ഫെസിക്കുലാർ ക്യാമ്പിയവും. ഓക്കെ, we are reading, I forgot. They are cylindrical meristems. Vesicular vascular cambium, intervesicular cambium and core cambium are examples of lateral meristem. These are responsible for producing the secondary tissues. Following divisions of cells in both primary and as well as secondary meristem, the newly formed cells become structurally and functionally specialized and lose the ability to divide. Such cells are termed permanent or mature cells and constitute the permanent tissue. During the formation of the primary plant body, specific regions of the specific regions of the apical meristem produce dermal tissues, ground tissues and vascular tissues. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ്. അവിടെ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ, 2 തരത്തിലുള്ള മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് പെർമനന്റ് ടിഷ്യൂ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.